ഹലോ ഡിയേഴ്സ്, നമുക്കൊന്ന് തൃശ്ശൂർ വരെ പോയാലോ? ലൈഫിലെ ഫസ്റ്റ് ടൈം ഞാൻ തൃശ്ശൂർ വിസിറ്റ് ചെയ്യാൻ പോവാണ്. സോ ഐ എം റിയലി വെരി എക്സൈറ്റിംഗ് ആൻഡ് ഐ എം സോ ഹാപ്പി ടുഡേ. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലം. ആൻഡ് ദ സെക്കൻഡ് റീസൺ ഈസ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്ന് ട്രെയിനിലാണ് പോകുന്നത്. എൻ്റെ ചൈൽഡ്ഹുഡിൽ എന്തോ ആണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ട്രെയിനിൻ്റെ പരിപാടിയൊക്കെ ഞാൻ മറന്നുപോയി. എനിക്ക് എന്താ സംഭവമൊന്നും അല്ലെങ്കിൽ എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് ഇങ്ങനത്തെ പരിപാടി ഒന്നും അറിയില്ലായിരുന്നു. തൃശ്ശൂർ വന്നപ്പോഴും സത്യം പറയാലോ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. എനിക്ക് ആ സ്ഥലങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ വന്ന ഏരിയ അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, അവിടെ ഭയങ്കര നല്ല തണുപ്പായിരുന്നു. കാരണം ഇപ്പോൾ സമ്മർ ആണല്ലോ. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടി തണുപ്പ് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ നല്ലൊരു പീസ്ഫുൾ സ്ഥലം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നൈറ്റിൽ വി വെൻ ടു ദി നെഹ്റു പാർക്ക്. നല്ല അടിപൊളി പാർക്കായിരുന്നു കേട്ടോ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ രാത്രിയിൽ ഇങ്ങനെ പാർക്കിൽ സ്പെൻഡ് ചെയ്യുന്നത് വേറൊരു അനുഭവമായിരുന്നു, ഒരു നല്ലൊരു ഫീൽ. ഈ രാത്രിയിൽ ഈ പാർക്കിൽ ഞാൻ വേഗം തൂക്കി വന്ന എന്താണെന്ന് വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് റൂം എടുക്കുക ചെയ്തത്. പക്ഷെ അവിടെ എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്ന് അറിയില്ല. സോ അതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ബാഗിൽ എടുത്തിട്ടാണ് ഇറങ്ങിയത്. ഈ പാർക്ക് എന്ന് വെച്ചാൽ ഫുൾ അങ്ങോട്ട് നേച്ചർ ഫ്രണ്ട്ലി ആണ്. ഇവിടെ നോക്കിയാലും പച്ചപ്പാണ്. ഈ രാത്രിയിൽ വന്നിട്ട് പോലും അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി എനിക്ക് കുറെ നല്ല തണുപ്പൊക്കെ ഇങ്ങനെ തോന്നിയത്. പിന്നെ കുറെ നല്ല മരങ്ങളും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, നല്ല അടിപൊളി സ്പോട്ട്. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാർക്കായിരുന്നു. ഇതെന്റെ അമ്മയെ കണ്ടില്ല, ഇവിടെ വന്നപ്പോൾ അമ്മയൊക്കെ അങ്ങോട്ട് പ്രോ ക്യാമറ മാൻ അങ്ങനത്തെ ലെവലായിരുന്നു. അമ്മയുടെ ആ സ്കില്ലൊക്കെ ഒന്ന് കാണണമായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ നല്ല കരിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ഒരു കരിക്കൊക്കെ മേടിച്ച് കുടിച്ചു. പിന്നെ ഇവിടെ അടുത്ത് ഇങ്ങനെ കുറെ നല്ല കമ്മൽ കളക്ഷൻസ് ഒക്കെ കണ്ടു. അപ്പൊ ഞാനും ഒരെണ്ണം മേടിച്ചു. പിന്നെ എന്റെ ഫേവറേറ്റ് സംഭവങ്ങളാണ് ഈ ഉപ്പിലിട്ട ഐറ്റംസ്. അത് എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് മേടിച്ചു. ആ ചേട്ടൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് യൂട്യൂബർ ആണോ വ്ളോഗർ ആണോ എന്നൊക്കെ ചേച്ചി ഞാൻ പറഞ്ഞു ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഏറ്റവും നല്ല ഹാപ്പിയസ്റ്റ് സംഭവം നമ്മുടെ അവിടെ ക്രിക്കറ്റ്സ് അവിടെ ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ആ റോഡില് സൈഡില്. അങ്ങനെ പിന്നെ ഞാനും അവിടെ ഇരുന്ന് കുറേയൊക്കെ കണ്ടു ഞങ്ങൾ. പിന്നെ രാത്രി പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് എത്തി. ഈ ലോഡ്ജിലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഡേ ലൈറ്റ് ആണ്, നല്ല അടിപൊളിയായിട്ടില്ലേ. എനിക്ക് സത്യം പറയാം എപ്പോഴും ഇങ്ങനെ ഭംഗിയുള്ള എന്ത് സാധനങ്ങൾ കണ്ടാലും ഞാൻ എപ്പോഴും ക്യാമറ എടുത്തിട്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കും ഫോർ മെമ്മറീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ റെഡി ആയിട്ട് 1-2 സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്തു. ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് പേര് വന്നിട്ട് ബിനി ഹെറിറ്റേജ് എന്നാ. അതിന്റെ അകം ഒന്ന് കാണണം ഗൈസ്. എൻ്റെ പൊന്നു വേറൊരു ലെവല്. തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ മേ ബി അറിയായിരിക്കും. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വടക്കേ സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പിന് കുറച്ച് മുകളിലേക്ക് വരുമ്പോഴാണുള്ളത്. എനിക്ക് എക്സാക്ട് പറയാൻ അറിയില്ല. പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല ഗൈസ്. ഞങ്ങൾ ഊണാ മേടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ കറികളുടെയൊക്കെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നു എന്നാ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പറഞ്ഞു, എനിക്ക് തൃശ്ശൂർ വന്നിട്ട് സ്ഥലങ്ങളാണെങ്കിലും ശരി ഫുഡാണെങ്കിലും ശരി. പിന്നെ ഞാൻ ഇവിടെ കുറെ ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്ത് നല്ല മനുഷ്യരാണെന്നറിയാവോ. ഇന്നസെന്റ് ആയിട്ടുള്ള കുറേ നല്ല മനുഷ്യർ. എനിക്ക് മൊത്തത്തിൽ എനിക്ക് സത്യം പറയാമല്ലോ എനിക്ക് തൃശ്ശൂർ ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ.